ഏതു രാത്രിയിലും എവിടെയും അവരെത്തും. മലയാളികളുടെ പേടി സ്വപ്നമായി മാറിയ കൊള്ളസംഘം. കുറുവ എന്ന കേരളത്തിലും നരിക്കുറുവ എന്ന് തമിഴ്നാട്ടിലും വിളിപ്പേരുള്ള തിരുട്ട് സംഘം ഇരുട്ടുള്ളിടത്തെല്ലാം ഒളിഞ്ഞിരിക്കും. പിന്നിലൂടെ എത്തി ഞൊടിയിടയിൽ ആക്രമിച്ച് വീടിനകത്തേക്ക് ഇരച്ചു കയറും. സ്ത്രീകളുടെ ശരീരത്തിലെ ആഭരണങ്ങൾ മുറിച്ചെടുക്കും. വേണ്ടിവന്നാൽ ജീവനും എടുക്കും. 100ഓളം വരുന്ന കവർച്ചക്കാരുടെ കൂട്ടമാണിത്. കുറുവാ സംഘം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും നാട്ടുകാരുടെയും പോലീസിന്റെയും ഉറക്കം കെടുത്തുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 10ഓളം സ്ഥലത്താണ് മോഷണവും മോഷണ ശ്രമങ്ങളും നടന്നത്. ഒക്ടോബർ 29-നാണ് മണ്ണഞ്ചേരിയിൽ കുറുവാ സംഘം എന്ന് സംശയിക്കുന്നവരുടെ ആദ്യ മോഷണ ശ്രമമുണ്ടായത്. നേതാജി ജംഗ്ഷന് സമീപം മണ്ണെഴുത്ത് രേണുകയുടെ വീട് കുത്തിത്തുറന്ന് അകത്തു കയറിയെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടില്ല. പകൽ ചെറിയ ജോലികളുമായി ചുറ്റിക്കറങ്ങും. രാത്രി മോഷണം, എതിർത്താൽ ആക്രമണം. കുറുവാ സംഘത്തിന്റെ രീതി ഇങ്ങനെയെന്നാണ് പോലീസ് പറയുന്നത്. കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഇവരുടെ ഒരു താവളം. കമ്പം, ബോഡിനായ്ക്കന്നൂർ, കോയമ്പത്തൂർ, മധുര, തഞ്ചാവൂർ എന്നിവിടങ്ങളിലും ഇവരുടെ കേന്ദ്രങ്ങളാണ്. വീടുകളുടെ പിൻവാതിൽ തകർത്ത് അകത്ത് കയറുന്നതാണ് ഇവരുടെ രീതി. പലപ്പോഴും 3 പേർ ഒന്നിച്ചാണ് മോഷണത്തിനെത്തുന്നത്. കണ്ണുകൾ മാത്രം പുറത്തു കാണാവുന്ന വിധത്തിൽ തോർത്ത് തലയിൽ കെട്ടും. ഷർട്ടും ലുങ്കിയും അരയിൽ ചുരുട്ടിവെച്ച് അതിനുമേതെ നിക്കർ ധരിക്കും. ശരീരത്തിൽ എണ്ണയും കരിയും പുരട്ടും. പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാനാണിത്. വീടിന് പുറത്തെത്തി കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദമുണ്ടാക്കുകയോ ടാപ്പ് തുറന്ന് വെള്ളം ഒഴുക്കുകയോ ചെയ്യും. ഇത് കേട്ട് വാതിൽ തുറക്കാൻ വീട്ടുകാരെ പ്രേരിപ്പിക്കും. പുറത്തിറങ്ങുന്നവരെ ആക്രമിച്ച ശേഷം അകത്തേക്ക് ഇരച്ചു കയറും. നന്നായി മലയാളം അറിയുന്ന ഇവർ മോഷണം നടത്തുന്ന സ്ഥലങ്ങളിൽ മലയാളം മാത്രമേ സംസാരിക്കൂ. മോഷണം നടത്തേണ്ട വീടുകൾ 6 മാസം വരെ നിരീക്ഷിക്കും. മോഷണം ആസൂത്രണം ചെയ്താലുടൻ താമസ സ്ഥലം മാറും. മോഷണ സ്ഥലത്തിന് കിലോമീറ്ററുകൾ അകലെയായിരിക്കും അപ്പോൾ താമസിക്കുക. പതിവായി മോഷണത്തിനെത്തുന്ന ജില്ലകളിലൊന്ന് ആലപ്പുഴ എന്നാണ് വിവരം.